റയൽ മാഡ്രിഡിൽ തന്ത്രങ്ങൾ മെനയുന്നത് സിദാനിക് സിദാനാണെങ്കിൽ സിദാന്റെ തുറുപ്പുചീട്ടാണ് ഈ മനുഷ്യൻ. അയാൾ ഒരു ജർമ്മൻകാരനാണ്. പേര് ടോണി ക്രൂസ്. ലൂക്ക മോഡ്രിച്ചും ടോണി ക്രൂസും ചേർന്നാൽ സഫലമാവുന്നതാണ് റയലിന്റെ മധ്യനിര. ആ കാലുകളിൽ നിന്ന് വരുന്ന പാസുകളെ അളന്നെടുക്കാൻ ഇന്നുവരെ ഒരു പ്രതിരോധ മതിലുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. 1990 ജനുവരി 4 കിഴക്കൻ ജർമ്മനിയിലെ ഗ്രിസോൾഡോറിൽ റോളൻ ക്രൂസ് എന്ന ഗുസ്തിക്കാരന്റെയും ബാർഗിറ്റ് എന്ന ബാഡ്മിന്റൺകാരിയുടെയും മകനായി ക്രൂസ് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ നല്ല കഠിനാധ്വാനി ആയിരുന്നു ക്രൂസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നാകെ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാറിയത്. 2007 ബയേണിലേക്ക് അരങ്ങേറ്റം കുറിച്ച ക്രൂസിന് വെറും 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സീനിയർ ടീമിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ ക്രൂസ് ലെവർകുസനിലേക്കും അവിടെ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബയേണിലേക്കും അങ്ങനെ 2014 റയൽ മാഡ്രിഡിലേക്കും ചേക്കേറി. പിന്നീട് അങ്ങോട്ട് ക്രൂസ് ലോകത്തെ വിസ്മയിപ്പിക്കുകയായിരുന്നു. ഫ്രാൻസ് ബക്കർമാനും ഗാൾഡ് മുൾഗറും ലോബർ മെസ്സിന്റെയും കാലം കഴിഞ്ഞാൽ ജർമ്മനിക്ക് പിന്നെ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരത്തിനായി നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല. നിങ്ങൾ ജർമ്മനിയുടെ മധ്യനിരയിലോട്ട് നോക്കിയാൽ മതി. അവിടെ ഡിഫൻസിലേക്ക് വരുന്ന പന്തുകൾ ടാക്കിൾ ചെയ്യുന്നതും മുന്നേറ്റത്തിൽ പന്തെത്തിക്കുന്നതും പിന്നീട് ഗോൾ അടിക്കുന്നതും ആ 8ാം നമ്പറുകാരനാണ്. അതെ, ടോണി ക്രൂസ്. പല മത്സരങ്ങളുടെയും വിധി മാറ്റിമറിച്ചത് ഒരുപക്ഷെ ടോണി ക്രൂസ് ആയിരുന്നു. 2014 ബ്രസീലിൽ നിന്ന് ബ്രസീലിന് 7-1 തോൽപ്പിച്ച വേൾഡ് കപ്പ് ആർക്കും മറക്കാൻ സാധിക്കില്ല. അതിൽ 4 ഗോളുകൾക്ക് വഴിയൊരുക്കിയത് ഒരുപക്ഷെ ടോണി ക്രൂസ് ആയിരുന്നു. മുള്ളർ അടിച്ച ഫസ്റ്റ് ഗോളിന് വേണ്ടിയുള്ള കോർണർ കിക്ക് എടുത്തത് മുതൽ 4 ഗോളുകൾക്ക് വഴിയൊരുക്കിയത് ഒരുപക്ഷെ ടോണി ക്രൂസ് ആയിരുന്നു. അതായത് ടോണി ക്രൂസ് എന്നത് ഒരു കളിയുടെ മിഡ്ഫീൽഡർ ഡിസ്ട്രോയർ ആണ്. ഒരിക്കൽ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബ്രസീലിയൻ കസിമിറോ ക്രൂസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് റയൽ മാഡ്രിഡിന്റെ കളികളിലെ താളങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത് ഒരുപക്ഷെ ടോണി ക്രൂസ് ആയിരുന്നു എന്ന്. അതായത് കളിയൊന്ന് സ്ലോ ആകണമെന്ന് ടോണി മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ കളിയൊന്ന് ഓട്ടോമാറ്റിക്കായി സ്ലോ ആവും. കളിയൊന്ന് ഫാസ്റ്റ് കൂട്ടണമെന്ന് ടോണി മനസ്സിൽ വിചാരിച്ചാൽ കളിയൊന്ന് ഫാസ്റ്റ് കൂടും. അതായത് ടോണി എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ അത് കളിക്കളത്തിൽ നടപ്പിലാക്കുന്നു എന്നാണ് അന്ന് ബ്രസീലിയൻ താരം കസിമിറോ ക്രൂസിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാ കോച്ചുമാരും ക്രൂസിനെ കുറിച്ച് പറയാറുണ്ട്, ടോണി ഇപ്പോഴും കാമാണ്, ഒറ്റ നോട്ടത്തിൽ ഒരു ആവറേജ് പ്ലെയർ ആണെന്ന് തോന്നിക്കുമെങ്കിലും ഈസ് എ ലെജൻഡ്. ജോക്കിയും ണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് നൽകിയത്. നീ ഫസ്റ്റ് ഹാഫിൽ നിന്റെ എനർജി മുഴുവനും വേസ്റ്റ് ചെയ്യല്ലേ ടോണി, അത് നിനക്ക് 2ാം ഹാഫിലും ആവശ്യമുണ്ട്. അത് ഇന്നും ടോണി ക്രൂസ് പാലിക്കുന്നത് കൊണ്ടാണ് 90 കഴിഞ്ഞ് 120 മിനിറ്റും കളിക്കാൻ ടോണിക്ക് ആരോഗ്യമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി. 2014 വേൾഡ് കപ്പിന് ശേഷമാണ് ബയൺ മ്യൂണിക്ക് ടോണി ക്രൂസിന്റെ കോൺട്രാക്ട് എക്സ്പെൻഷനെ കുറിച്ച് ചർച്ച ചെയ്തത്. അന്ന് റുമിനിക്ക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, 10 മില്യൺ കൊടുത്ത് സൈൻ ചെയ്യാനും